ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇവനെയും കൊണ്ടാണ്. ഇത് ഉഴുന്നുവടയോ അല്ലെങ്കിൽ സവാള വടയോ ഒന്നുമല്ല കേട്ടോ. ആ ഷേപ്പിലങ്ങ് മാറ്റിയെടുത്തേ ഉള്ളൂ. ഇവൻ ഇതിൻ്റെ മറ്റൊരു അപരനാണ് കേട്ടോ. ഒന്ന് ഷേപ്പ് മാറ്റിയെടുത്താണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതെന്താണെന്നല്ലേ, ഇതാണ് ചക്കവട. പഴുത്തതും നല്ലോടോ നല്ല പച്ച ചക്ക കൊണ്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി വട റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അത് നല്ല പച്ച ചക്ക എടുത്തിട്ടുണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക വേണ്ടത്. ഇതിൻ്റെ പുറമേയുള്ള ആ ഒരു പോർഷൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതിങ്ങനെ കുരുവോടെ അരച്ചെടുക്കുകയല്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് പണിയുള്ള കാര്യങ്ങളാണ്, എന്നാലും ഇത് കഴിച്ച് നോക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. നമ്മുടെ പൊക്കയോടൊക്കെ മാറി നിൽക്കും, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് ഇനി മിക്സിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അരച്ചെടുക്കാം. ഞാനിവിടെ ഒന്നും കൂടി ചെറുതാക്കി ഒന്ന് കഷ്ണാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും പോകുന്ന കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് മിക്സിയിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു വടയിൽ എവിടെയും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു ചക്ക അരക്കാൻ പോലും ഒട്ടും വെള്ളം ചേർക്കണ്ട. നമ്മൾ സാധാരണ ഉഴുന്നോടൊക്കെ ചേർക്കുമ്പോൾ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ. ഇത് അത്ര പോലും ആവശ്യമില്ല. ചക്കയിൽ ഒട്ടും വെള്ളം വേണ്ട കേട്ടോ. അങ്ങനെ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നിങ്ങനെ കുത്തി നുറുക്കിയിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്ത് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ ചേർത്തെടുത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒരല്പം ഓട്സും കൂടെ ചേർക്കുന്നുണ്ട്. ഓട്സ് നിർബന്ധമൊന്നുമില്ല, ചെറിയൊരു ക്രിസ്പ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 കപ്പിനടുത്ത് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതിൽ തന്നെ ഈ ഒരു ചക്കയുടെ നനവൊക്കെ ചേർത്തിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ കുഴച്ചെടുത്താൽ നന്നായിട്ട് ഇതൊന്ന് ഒക്കെ നല്ല മിക്സായി കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഞാനിതിവിടെ ഇങ്ങനെ ഉഴുന്നുവടയുടെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു ഹോളും കൂടി ഇട്ട് എടുത്തിട്ട് നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 1-2 റൗണ്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊരിക്കുന്നതെന്ന് വെച്ചാൽ അധികം ഹീറ്റ് ആവശ്യമില്ല. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണമല്ലോ, കുറച്ച് സൈസായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് വേവിക്കുക. പെട്ടെന്ന് ചൂട് കൂട്ടിയിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേവാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 2 റൗണ്ട് ചുട്ടെടുത്തപ്പോഴാണ് എനിക്ക് പൊക്കവടയുടെ ഷേപ്പിലൊന്ന് ചുട്ടെടുത്തൂടെ എന്നൊരു തോന്നിയത്. അപ്പോൾ ഞാനിത് പൊക്കവട പോലെ നമ്മളിങ്ങനെ കുഞ്ഞതായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. പക്ഷേ എനിക്കൊന്നും കൂടെ ഇഷ്ടമായി തോന്നിയത് ഇതാണ്. നമ്മുടെ ഉഴുന്നുവട പോലെ ഉണ്ടാക്കിയില്ലേ, അത് കുറച്ച് സോഫ്റ്റ് പോലെ തോന്നും. നമ്മുടെ സാധാ ഉഴുന്നുവട പോലെ തന്നെ പുറത്തേക്ക് നല്ല ചെറിയൊരു ക്രിസ്പും അതുപോലെ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ പൊക്കവട പോലെ ചുട്ടെടുത്തപ്പോൾ ഒന്നും കൂടെ നല്ല ക്രിസ്മസ് ഉണ്ടായിരുന്നു കേട്ടോ, ആ ചൂടോട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചക്കയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു കോലമായിട്ടുണ്ടാവും അല്ലേ. അപ്പം ഈ ഒരു ചക്കവടക്ക് അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇത് നല്ല മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചൂട് പൊക്കവട ഈ ഒരു സമയത്ത് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെയും കഴിച്ച് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇതുപോലെ വെറൈറ്റി ചക്ക റെസിപ്പീസൊക്കെ വേറെ നിങ്ങൾക്ക് അറിയെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു കിടലും വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.